സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന സർക്കാർ ഇത്തവണ പ്രഖ്യാപിക്കുന്ന ബജറ്റ് എന്താണ് എന്നുള്ളത് അറിയാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം PS വിനയ ചേരുന്നു. വിനയ, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്ത വർഷം അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ തന്നെ വരാനിരിക്കെ ജനപ്രിയ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രധാനമായും വയനാട് പാക്കേജും അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ വർധനയും ഒക്കെ തന്നെ ചർച്ചയായി മാറുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? സംസ്ഥാന ബജറ്റിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയായിരിക്കാം? ആദിത്യൻ, ഇന്ന് രാവിലെ 9 മണിക്കാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുക. ഈ ബജറ്റിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും കൂടി അദ്ദേഹം സഭയിൽ സമർപ്പിക്കും. അല്പസമയം മുമ്പ്, അതായത് ഒരു 10 മിനിറ്റ് മുമ്പ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ അതിജീവിച്ചു തുടങ്ങുകയാണെന്നും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവെക്കാനുള്ളത് എന്നെല്ലാമാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകും എന്നെല്ലാം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ബജറ്റിനെ നോക്കിക്കാണാമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ചില യാഥാർത്ഥ്യ വസ്തുതകളും കൂടിയുണ്ട്. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് എത്ര വലിയ രീതിയിൽ ഒരു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രായോഗിക പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും ബജറ്റിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, പൊതുജനങ്ങൾ ഏറ്റവും കൂടുതലായി ഉറ്റുനോക്കുന്ന ഒരു കാര്യം, ക്ഷേമ പെൻഷനിൽ സംസ്ഥാന സർക്കാർ വർധനവ് വരുത്തുമോ എന്നുള്ളതാണ്. കാരണം LDFന്റെ പ്രകടന പത്രികയിൽ തന്നെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷനായി ആളുകൾക്ക് നൽകുന്നത്. 62 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത്. ഈ ക്ഷേമ പെൻഷനിൽ ഒരു 100 മുതൽ 200 രൂപ വരെ വർധനവ് സംസ്ഥാന സർക്കാർ നടത്തും. ആ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആദിത്യൻ പറഞ്ഞതുപോലെ ഈ നവംബർ ഡിസംബറോടുകൂടി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാരിന് ഇനി 1 വർഷം കൂടി മാത്രമേ കാലാവധിയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അടുത്ത വർഷം ഒരു സമ്പൂർണ്ണ ബജറ്റ് ഉണ്ടാവുകയില്ല. ഒരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സംസ്ഥാന സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിനാൽ. ക്ഷേമ പെൻഷൻ കഴിഞ്ഞാൽ മറ്റൊരു കാര്യം 12ാം ശമ്പള കമ്മീഷനാണ്. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃത്യസമയത്ത് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ചാനലുകളിൽ ശമ്പളം വന്നത്, സർക്കാർ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ശമ്പളം എത്തി എന്നത് ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തിരുന്ന ഒരു അവസ്ഥ വരെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. ആ 12ാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സൂചന കഴിഞ്ഞ ദിവസം ധനമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഈ നികുതി ഭാരം വലിയ തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു വലിയ ആകാംക്ഷ കൂടിയുണ്ട്, വലിയൊരു ഭയം കൂടിയുണ്ട്. എന്തൊക്കെയായിരിക്കാം അതിനെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ? ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ഉള്ള എന്തെങ്കിലും നികുതി വർധനവോ അല്ലെങ്കിൽ ഫീസ് വർധനവോ ഒന്നും തന്നെ ബജറ്റിൽ ഉണ്ടാവുകയില്ല എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം തന്നെ അത്തരത്തിലൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ജനങ്ങളുടെ മേൽ അധികമായ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏതു രീതിയിൽ ശക്തമാക്കാം എന്ന ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തമാക്കുക. നമുക്കറിയാം, നേരത്തെ വ്യവസായ മന്ത്രി P രാജീവ് വിദേശ സന്ദർശനം നടത്തി വ്യവസായ സമ്മിറ്റിനായി ആളുകളെ ക്ഷണിക്കുകയും വ്യവസായ സ്ഥാപനങ്ങളെ ക്ഷണിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വിദേശ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയത്. ഇതെല്ലാം തന്നെ കൂടുതലായി സംസ്ഥാനത്തേക്ക് നിക്ഷേപം എത്തിച്ചുകൊണ്ട്
സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ ഒരു നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നികുതി അല്ലെങ്കിൽ പിഴത്തുക, ഫീസ് ഇത്തരം കാര്യങ്ങളിൽ വലിയ ഒരു വർധനവ് സംസ്ഥാന സർക്കാർ വരുത്തുമെന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. അതേസമയം ഭൂമിയുടെ ന്യായവില കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായി സംസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമായതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ നല്ല രീതിയിൽ വരുമാന വർധന ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷകളും ധനമന്ത്രി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും സൂചനകൾ ഈ അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനായി സാധിക്കുമോ? ഇപ്പോൾ വൈദ്യുതി വാഹനത്തിന് നികുതി ഇളവ് സംസ്ഥാനത്ത് നിലവിലുണ്ട്. അപ്പോൾ നിലവിലെ നമ്മളിപ്പോൾ ഈ വർഷത്തെ ജനുവരിയിലെ തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ജനുവരിയിൽ മാത്രം കഴിഞ്ഞ വർഷം ജനുവരിയെ അപേക്ഷിച്ച് 6% വർധനവാണ് ഈ പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ EV വാഹനങ്ങൾ, വൈദ്യുത വാഹനങ്ങൾ വിറ്റുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നികുതി ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രോത്സാഹനം അതിന് നൽകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ, ഗതാഗത വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ചർച്ചകളും നടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുത വാഹനങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ നൽകുന്ന നികുതി ഇളവ് എടുത്തു കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ നികുതി ഇളവ് എടുത്തു കഴിയുമ്പോൾ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. ഈ സാഹചര്യം അനുകൂലമാണ് താനും. അതുകൊണ്ട് വൈദ്യുത വാഹനങ്ങൾക്കുള്ള നികുതി ഇളവ് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു വരുമാന സ്രോതസ് സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ തീർച്ചയായും ശ്രമിക്കും. ശരി.